ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്നും ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു, ബട്ട് ഇന്നലത്തെ പോലെ ഒരു ഷാർപ്പ് വി ഷേപ്പ് റിക്കവറി ഉണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ്ലി മൂവിങ് അപ്പിലോട്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് 2 days ബുള്ളിഷ് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഇതൊരു പ്യൂർലി എൻഗൾഫിംഗ് ആണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. ഓക്കെ, സോ നിഫ്റ്റി ഒരു പോസിറ്റീവ് മൂമെൻറ്റത്തിൽ തന്നെ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അണ്ടിൽ എന്തെങ്കിലും സ്ട്രോങ് നെഗറ്റീവ് ന്യൂസ് ഇല്ലെങ്കിൽ. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരുന്നു, 0.37 അപ്പായിരുന്നു. ഇന്നലത്തെ പോലെ തന്നെ ഓപ്പണായി ഒരു വി ഷേപ്പ് റിക്കവറി ഉണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ്ലി നിഫ്റ്റിയും കാട്ടി കുറച്ചും കൂടെ ഒരു മുന്നോട്ട് ബാങ്ക് നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പും ഒരു നല്ലൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. 0.74 മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പിൻ്റെ നമുക്കൊരു ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ടിൽ ഇന്നലത്തെ തന്നെ ഒരു ഹാമർ ക്യാൻഡിലാണ് അതിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്മോൾ ക്യാപ്പും ബ്രോഡർ ഇൻഡെക്സ് എല്ലാം പോസിറ്റീവ് ആണ്. മിഡ് ക്യാപ്പും പോസിറ്റീവ് ആയിരുന്നു, ബട്ട് സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടി ഒരു നല്ലൊരു മൂവ്മെൻറ്റും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. 0.74 അപ്പായിരുന്നു. നമുക്ക് അടുത്തത് നോക്കേണ്ടത് സിൽവർ നോക്കാം. സിൽവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, സിൽവർ കുറച്ചും കൂടെ നെഗറ്റീവാണ്, ഇതിൻ്റെ താഴോട്ട് നെഗറ്റീവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. സിൽവർ എഗെയിൻ ഒരു 5-6% ഡൗൺ ആയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റും സിൽവറിനില്ല. ഗോൾഡ് കുറച്ചൊരു എനിക്ക് സർപ്രൈസിങ് പോലെ തോന്നുന്നുണ്ട്. ഗോൾഡ് ഒരു പോസിറ്റീവ് ഏരിയയിലാണ് നിന്നിരുന്നത്, ബട്ട് ഗോൾഡിൽ സെൽ ഓഫ് വരുന്നുണ്ട്. ഓക്കെ, ഗോൾഡിൽ ഒരു സെൽ ഓഫ് കാണുന്നുണ്ട്, പക്ഷെ സിൽവർ നല്ല നെഗറ്റീവാണ്. ബിറ്റ് കോയിൻ ഹൈലി വോളട്ടൈലാണ്. ഹൈലി വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ ഹൈലി വോളട്ടൈലാണ്. ഞാൻ നിങ്ങൾക്കത് പറയാതെ ഇന്നലെ ഞാൻ കണ്ടിന്യൂസ് 1000 പോയിന്റ് അപ്പ് 1000 പോയിന്റ് ഡൗൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് 72,000 ആയിരുന്നു, ബട്ട് 69,000 റിജക്റ്റ് ആയി. എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തു, ഈ ഒരു 67,800 ട്രേഡ് എടുത്തു. ഇത് നല്ലൊരു മൊമെൻറ്റം പോകുന്നു. ഇപ്പോഴും ഒരു റിവേഴ്സൽ പോലെ കാണുന്നുണ്ട്, ബട്ട് എനിവേ ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ നോട്ട് ക്ലോസ് ദാറ്റ് വൺ. അതുകൊണ്ട് ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് 65,000 അല്ലെങ്കിൽ 66,000 അടുപ്പിച്ചാണ്. ഓക്കെ, 66,000 വരാതെ ഒന്നിൽ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യും ഞാൻ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. പക്ഷെ ബിറ്റ് കോയിൻ ഹൈലി വോളട്ടൈലായി മൂവ് ചെയ്യുന്നുണ്ട്. മുകളിലോട്ടും താഴോട്ടുള്ള മൂവ്മെൻറ്റ് ഒത്തിരി നാളായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ്, മുകളിലോട്ട് പോകുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഹൈ ഒക്കെ ടെസ്റ്റഡ് ആയതുകൊണ്ട് ഒരു 670,000-71,000 വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തു, ബട്ട് അത് താഴോട്ട് പിന്നെയും തിരിച്ചു വന്നു. ഡോണോ എന്ത് ചെയ്യാൻ പറ്റും, താഴോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇന്ന് ഞാൻ താഴോട്ടുള്ള ട്രേഡ് എടുത്തു, നോക്കാം എങ്ങനെയാണെന്ന്. അറ്റ്ലീസ്റ്റ് 65,000 66,000 അടുപ്പിച്ചെങ്കിലും വരണം. 66,000 എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഓക്കെ, ഫൈൻ. വേറെ ഇതൊക്കെയാണ്. നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സും പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 0.17%, അഡിയൻ്റെ ഇന്നും പോസിറ്റീവ് ആയിരുന്നു. 2.74, ITC ഒരു തിരിച്ചുവരവ് കാണിക്കുന്നുണ്ട്. 2.34, BL 1.97 അപ്പായിരുന്നു. എറ്റേണൽ ഇന്ന് ഡൗൺ ആയിരുന്നു, 1.83. ഹിൻഡാൽകോ ഡൗൺ ആയിരുന്നു. KWL 5% ഡൗൺ ആയിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 ബാങ്ക് ബറോഡ PSU ബാങ്ക്സ് എല്ലാം ഇന്ന് അപ്പായിരുന്നു. ഐ തിങ്ക് മോർ ദാൻ 2% PSU ബാങ്ക് സെക്ടർ അപ്പായിരുന്നു. ബാങ്ക് ബറോഡ 3.74, PNB 3.6, അഡിയൻ സോൾ 2.69. ടാറ്റ പവർ ഡൗൺ ആയിരുന്നു. ഹിന്ദുസ്ഥാൻ സിങ്കും വേദാന്ത ലിമിറ്റഡും ഒക്കെ ഡൗൺ ആയിരുന്നു. മെറ്റൽ സ്റ്റോക്സ് കുറച്ച് ഡൗൺ ആയിരുന്നു ഇന്ന്. മിഡ് ക്യാപ്പ് 150 എടുക്കുകയാണെങ്കിൽ തെർമാക്സ് 4.34 അപ്പായിരുന്നു. പേടിഎം 4.29 അപ്പായിരുന്നു. M&M ഫിനാൻസ് 3.64, JK സിമെന്റ് 3.50 അപ്പായിരുന്നു. വയലറ്റ് എനർജി 2.30 ഡൗൺ ആയിരുന്നു. സ്വിഗ്ഗി 3.10 ഡൗൺ ആയിരുന്നു. SRF 3.93 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ ന്യൂ ജെൻ 11.59 അപ്പായിരുന്നു. ഓൺ സോഴ്സ് 8.37, പ്രാജ് ഇൻഡസ്ട്രി 7.70 അപ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ ഡൗൺ ആയിരുന്നു, 4.07. ഫസ്റ്റ് ക്രൈ ഡൗൺ ആയിരുന്നു, 4.17. എൻജിനീയേഴ്സ്
എഞ്ചിനീയേഴ്സ് ആണോ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇന്നലെ ഉള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യ അപ്പായിരുന്നു. ഇന്നലെ മോർ ദാൻ ഐ തിങ്ക് 15% അപ്പായിരുന്നു. ഇന്ന് 5.17% ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഹീറ്റ് മാപ്പ് അനാലിസിസ്. ഓക്കെ, സോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഗൈസ് ഫോർ വാച്ചിങ്.